ഹായ് നമസ്കാരം, ഞാൻ ലിജി. ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ കഴിഞ്ഞു. കപ്പ് തൂക്കി അനിമോൾ വീട്ടിലൊക്കെ പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇതുവരെയും തീരുന്നില്ല. മാത്രമല്ല, ബിഗ് ബോസ് അൾട്ടിമേറ്റ് ബിഗ് ബോസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനായിട്ട് എന്തായാലും ഏഷ്യാനെറ്റിലും എൻഡോമോൾ ഷൈനും ഈ ബിഗ് ബോസ് ഷോ ഹൈപ്പിൽ നിന്നൊരു കാലം ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഇത് തന്നെയായിരിക്കും. അപ്പം പഴയ ഒരു ബിഗ് ബോസ് സീസണിൽ ഭയങ്കര നല്ല രീതിയിൽ ഒരാളുണ്ട് കേട്ടോ. പുള്ളിക്കാരന്റെ അഭിപ്രായത്തിലാണ് പുള്ളിക്കാരൻ നല്ല രീതിയിൽ കളിച്ചത്. പക്ഷെ നിങ്ങളൊക്കെ ആളിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ എങ്ങനെയാണ് കളിച്ചത്. അവിടെ പുള്ളിക്കാരൻ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ചെന്നിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും വാഴ റിലേറ്റഡ് ആയിട്ടുള്ള പേരൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു കണ്ടസ്റ്റന്റുകൾ തന്നെ ആയിരിക്കും. അത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആളിനെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. മറ്റാരുമല്ല, നമ്മുടെ സായി കൃഷ്ണയാണ് കേട്ടോ. സായി കൃഷ്ണ ഇപ്പം പുതിയൊരു വീഡിയോയുമായി വെച്ചാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ രണ്ട് തരത്തിലുള്ള വിജയങ്ങളാണുള്ളത്. ഒന്ന് പെയ്ഡ് വിജയവും, രണ്ട് പ്രൗഡ് വിജയവും. അപ്പോൾ പുള്ളിക്കാരൻ്റെയൊക്കെ അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ അവിടെ പ്രൗഡ് വിജയത്തിനുള്ള കാഴ്ചകളൊക്കെ കാഴ്ചവെച്ച ഒരാളാണെന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് തന്നെ വന്നിരുന്ന് ഇഷ്ടംപോലെ ട്രോളി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച്. അപ്പൊ എന്നിട്ടൊന്നും പുള്ളിക്കാരന് താൻ എന്താണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിച്ചത് എന്നുള്ളതിന്റെ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാലും വളരെ അതിശയമാണ്. കാരണം ഇത്രയും വലിയ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്ക് തന്റെ ഭാര്യ വരെ തനിക്കെതിരെ വീഡിയോ ഇട്ടത് കാണുമ്പോൾ താൻ എന്താണ് കാണിച്ചത്, ഹൗസിനുള്ളിൽ എന്താണ് കാണിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല എങ്കിൽ അതിനകത്ത് വലിയ അതിശയോക്തിയൊന്നുമില്ല. കാരണം ആള് മനസ്സിലാവുന്നില്ല എന്ന് അഭിനയിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമ്മൾ അനിമോളുടെ വിജയം പുള്ളിക്കാരന് ഇത്രയും നാളായിട്ട് അങ്ങോട്ട് ദഹിച്ചിട്ടില്ല. അനിമോൾക്കെതിരെ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് പോലെ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ് നമ്മളെ സായി കൃഷ്ണ എന്ന് പറയുന്നത്. സായി കൃഷ്ണ അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നു. ഇപ്പൊ പുതിയൊരു നാടകമായിട്ട് വന്നിട്ടുണ്ട്. അണ്ണൻ കാറിനകത്തൊക്കെ എന്നത്തെയും പോലെ കാറിനകത്തൊക്കെ കയറി എന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരു കോൾ ചെയ്ത് വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റാരുമല്ല, നമ്മുടെ PR വിനുവിനെ വിളിച്ച് അടുത്ത അംഗം തുടങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. ഈ PR വിനുവിനെ എക്സ്പോസ് ചെയ്ത ആളും സായി കൃഷ്ണൻ തന്നെയാണ്. ഇപ്പൊ ഇപ്പോഴത്തെ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ PR-നെ ഒന്ന് പുറത്തു കൊണ്ടുവന്നു, ഇവന് കുറച്ച് റീച്ചും മനഃപൂർവ്വം ഈ സായി കൃഷ്ണ തന്റെ വീഡിയോയിലൂടെ PR-നെ എക്സ്പോസ് ആവാൻ തന്നെ പുറത്തേക്ക് ഇട്ട് എന്നാണ് എനിക്ക് ഈ സത്യത്തിൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. വീഡിയോ കുറച്ച് നമുക്ക് വീഡിയോ കാണാം. വിനു റെഡിയാക്കിക്കോ, ഒരു വക്കീലിനെ അനിമോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ച് വിരിഞ്ഞത് പണിയാവും. കാശ് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ ലാസ്റ്റ് വീടിൻ്റെ മുന്നിൽ പോയി ഇരുന്നിട്ട് ജയ് വിളിക്കേണ്ട ഒരു അവസ്ഥയോ എഡിറ്റർ ചെക്കന്മാരെ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചുമ്മാ ഒരു ക്യാഷ്വൽ സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും കൂടി ഇന്നെ പിടിച്ചിട്ട് ഇലിമിനാറ്റി ആക്കി മാറ്റി. ഞാൻ ഒരു റിയാലിറ്റിയിൽ നമുക്ക് തോന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലായോ? കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് അനിമോൾ അതിനകത്ത് കാണിച്ചൊരു ക്യാരക്ടറൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മേ ബി ഇൻ ഫ്യൂച്ചർ ഇനിയിപ്പോൾ എത്ര PR ആണെങ്കിൽ പോലും ആ ഒരു അവരുടെ എന്താ പറയുക ബിസിനസ് ജേണി അത്ര കറക്റ്റ് മുന്നോട്ട് പോകില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിനുവിനെ വിളിക്കാം, ഡയറക്റ്റ് കാര്യം പറയാം. വിനുവിനെ വിളിക്കാം, കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. हेलो विनु ब्रो, यस ये क्या अपराध हो रहा है? മൊത്തത്തിൽ അപരാധ് ക്യാഹെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോള് വിനുവിനെ ഇപ്പോൾ ആവശ്യം കഴിഞ്ഞ് എന്താ പറയുക തോണ്ടി എറിയുന്ന രീതിയിലൊക്കെയുള്ള സംസാരങ്ങളാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ സീസണിൽ ജിൻഡോ ജയിച്ചതും പുള്ളിക്കാരനെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. ജിൻഡോ ജയിച്ചതും PR-ന്റെ വിജയത്തിൽ തന്നെയാണ്. നീ എന്തിനാണ് ഇങ്ങനെ അർഹതയില്ലാത്തവരെയൊക്കെ വിജയിപ്പിച്ചത് എന്നാണ് പുള്ളിക്കാരൻ തന്റെ വീഡിയോയിലൂടെ ഈ PR വിനുവിനോട് ചോദിക്കുന്നത്. അന്ന് ജിൻഡോന് വേണ്ടി നീ ആവശ്യമില്ലാതെ കളിച്ച് ജയിപ്പിച്ചു, നിനക്ക് നെഗറ്റീവ് ഉണ്ടാക്കി. ഇപ്പൊ അനിമോളിൽ നീ ഇങ്ങനെ കളിച്ച് വിജയിപ്പിച്ചു, നീ നെഗറ്റീവ് ഉണ്ടാക്കി. അപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ രണ്ട് രീതിയിലുള്ള വിജയമാണുള്ളത്. ഒന്ന് പെയ്ഡ് വിജയം, രണ്ട് പ്രൗഡ് വിജയം. അപ്പൊ പ്രൗഡ് വിജയം കാഴ്ചവെച്ചവർ ആരൊക്കെയാണ് അതിന്റെ ലിസ്റ്റിലുള്ളതെന്ന് കേൾക്കാൻ ഞാൻ നിന്നില്ല. വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് ദേഷ്യം വരും. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ഭയങ്കരമായിട്ട് കീറി മുറിച്ച് ബിഗ് ബോസിനെ കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ അദ്ദേഹം കാണിച്ചെന്ന് വിചാരിക്കാം. പക്ഷെ ഈ സായി എന്താണ് ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിച്ചത് നമുക്കറിയില്ല. അയാൾ കാണിച്ചതിന് അന്ന് അയാൾ അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് ഇരുന്നാണ് പിന്നെ ബിഗ് ബോസ് ഹൗസിൽ പോയത്. ഇപ്പൊ മസ്താനി ചെയ്ത അതേ സംഭവം തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയി സായിയും ചെയ്തത്. മസ്താനി പിന്നെ തന്റെ അഭിപ്രായം, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, പച്ചയായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വിളിച്ച് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. നെഗറ്റീവായി പോയി, പിന്നെ വീണ്ടും വന്ന് പോസിറ്റീവായി പോയി. സായി അത്ര പോലും ചെയ്തിട്ടില്ല. ആ വീട്ടിനുള്ളിൽ ചെന്ന് നന്ദനയായിട്ടൊരു പെങ്ങളുട്ടി പാസം കാണിച്ച് ആ പണപ്പെട്ടിയുടെ ആ ഒരു ഗെയിം ഷോ വന്നപ്പോഴേ നന്ദനയ്ക്ക് ഈ പണപ്പെട്ടി തൂക്കുമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അറിയാം. ഈ നന്ദനയായിട്ട് പെങ്ങളുട്ടി പാസം കാണിച്ചുകൊണ്ട് നടന്ന ഈ സായിക്ക് ഈ വിഷയം അറിയാമായിരുന്നു. എന്നിട്ട് പോലും നന്ദന പണപ്പെട്ടി എടുക്കുമെന്ന് ഉറപ്പായിട്ട് പോലും ഇയാൾ ആ പണപ്പെട്ടിയും തൂക്കിക്കൊണ്ട് ബിഗ് ബോസിൽ നിന്ന് ഓടിക്കളഞ്ഞു അല്ലേ. അത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ഇയാൾ തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറയുന്നത്, എനിക്ക് ആഴ്ചതോറും ഓരോ വിഷയങ്ങൾക്ക് വെറുതെ വിഷയങ്ങൾ വലുതാക്കി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓരോരോ വെറുതെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പൊലിപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാൾക്ക് ആഴ്ചയിൽ 2 വീഡിയോ ഇട്ടാലും മില്യൺ കണക്കിന് യൂട്യൂബിന്റെ വരുമാനം വരുന്നുള്ള ഒരാളെന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് അയാൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇങ്ങനെ ഒരു വില കാണിച്ചു? ഇങ്ങനെ ആ ഒരു പാവപ്പെട്ട കൊച്ചിന് കിട്ടുന്ന പൈസ അതിന് കിട്ടിക്കോട്ടെ എന്ന് ഇത്രയും മില്യൺസ്
കണക്കിന് വരുന്നതല്ലേ. ആൾക്കാർ പുറത്താക്കും എന്ന് ഉറപ്പായപ്പോൾ അയാൾ ആ പൈസ ബോക്സും കൊണ്ട് പണപ്പെട്ടിയും കൊണ്ട് ഓടിയതാണ്. അപ്പൊ ആൾക്കാർ ഇത്രയും തന്റെ ഇടമുള്ള ആൾ അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും നിന്ന് കൊടുക്കണമായിരുന്നു. ആൾക്കാർ എന്നെ എവിക്ഷനിലൂടെ പുറത്താക്കട്ടെ എന്ന് വിചാരിച്ച ധൈര്യത്തോടെ പോലും നിൽക്കാത്ത ഒരാള് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസിലെ ആൾക്കാരെ വന്ന് പിന്നെ ഇങ്ങനെ വിജയിച്ച ആൾക്കാരെ എല്ലാം കുറ്റം പറയേണ്ടതിന്റെ ആവശ്യമുണ്ട്. അയാൾ ഏതെങ്കിലും ഒരാളുടെ PR എടുത്ത് ചെയ്തിട്ടുണ്ട്, ആ PR എടുത്ത ആള് തോറ്റിട്ടുണ്ടാകും. അതിന് ഇത്രയും ഫ്രസ്ട്രേഷൻ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ? അതിന്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. പെണ്ണുങ്ങൾക്കാണ് സാധാരണ കുശുമ്പും അസൂയൊക്കെ ബൈ ബെർത്ത് ഉണ്ടാകുന്നത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ആണുങ്ങളുടെ ഇടയിലുള്ള ഇത്രയും ഒരു അസൂയക്കാരനായ ഒരാളെ കാണാൻ വളരെ കുറവേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.